മഴക്കാലം തുടങ്ങിയപ്പോൾ കൊച്ചിയിൽ മുഴുവൻ വെള്ളക്കെട്ടും ഒക്കെയാണ്. കൂടാതെ ബാനറുകൾ, ഹോർഡിങ്ങുകൾ ഒരുപാടാണ്. അപ്പൊ കൊച്ചിയെ വീർപ്പ് മുട്ടിക്കുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോഴാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് നോക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു മാറ്റമൊക്കെ കാണുന്നുണ്ട്. ഈ തിരുവനന്തപുരത്തെ മാറ്റം എന്തുകൊണ്ട് കൊച്ചിയിൽ നടപ്പിലാകുന്നില്ല? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാം എങ്ങനായിരുന്നു കൊച്ചി നഗരം? ആ കൊച്ചി നഗരത്തിൽ മാറ്റമുണ്ടാവുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒട്ടനവധി വിധിന്യായങ്ങൾ ഉം. പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓരോരോ വിഷയങ്ങളിൽ ഇപ്പോൾ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരുവ് നായ വിഷയം, നമ്മളുടെ ഹൈക്കോടതിയുടെ തന്നെ വിധിയിൽ വരുന്നതാണ്. നമ്മളുടെ ഗതാഗത പ്രശ്നങ്ങൾ, ഓവർടേക്കിംഗ് പാടില്ലാത്തത്, ഉം. അതുപോലെ തന്നെ നമ്മളുടെ കേബിള് ശല്യം, ഉം. വഴിയോര കച്ചവടം, അനധികൃത കയ്യേറ്റങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വിധികൾ നമ്മളുടെ കേരളത്തിൻ്റെ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും നടപ്പിലാക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനക്രമം നമ്മളുടെ കൊച്ചി നഗരത്തിൽ കണ്ട് വരുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലഘട്ടത്തിലെ കോർപ്പറേഷൻ്റെ ഭരണം, ആ ഭരണകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പദ്ധതികൾ എന്തൊക്കെയായിരുന്നുവോ അതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, എല്ലാ കാര്യങ്ങളും അന്ന് എങ്ങനെ ചട്ടപ്പടി നടന്നു ആ അതേ ചട്ടപ്പടിയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊച്ചി നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ട് ബ്രഹ്മപുരം, അതുപോലെ നമ്മളുടെ വെള്ളക്കെട്ട് വിഷയം, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ നഗരസഭയിൽ നിന്ന് തന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ RTI കൊടുത്ത് ഉത്തരമെടുത്തിട്ടുള്ള ആളാണ്. അപ്പം അന്നൊക്കെ നമ്മൾക്ക് കിട്ടുന്ന മറുപടികൾ എല്ലാം അത് വൃഥാ നമ്മളെ ഒരു മണ്ടനാക്കുന്ന, അല്ലെങ്കിൽ പൊതുജനത്തെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള മറുപടി ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിത്യേന എന്നോണം വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ പ്രവൃത്തി, മേയറുടെയും അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെയും കൗൺസിലർമാരുടെയും എല്ലാം ഒത്തൊരുമിച്ച് ചേർന്നിട്ടുള്ള പ്രവൃത്തി. ഇപ്പോൾ അവിടെ പാളയം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, അതേപോലെ തന്നെ കയ്യേറ്റങ്ങൾ, അതുപോലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നഗരസഭയ്ക്ക്, മേയർക്ക് ഒരു തീരുമാനം കൈക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ബോധ്യം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. ഇവിടെ തിരുവനന്തപുരത്തിന് സമാനമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മളുടെ ഈ കൊച്ചി നഗരസഭയിലകത്ത് കഴിഞ്ഞ 10-50 കൊല്ലമായിട്ട് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയങ്ങളെ നമ്മൾ പല ആവർത്തി പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ചെലവന്നൂർ കായലിന് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയാണ് CSML ഫണ്ട്. നമ്മളുടെ ഇവിടുത്തെ ശുചിത്വ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് കൊച്ചി നഗരസഭയ്ക്ക് മാത്രം CSML 120 ട്രൈസൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൊച്ചി നഗരസഭ റോറോ മിഷൻ അടക്കമുള്ള, സ്വീപ്പിംഗ് മിഷൻ അടക്കമുള്ള മിഷനുകൾക്ക് കോടാനുകോടി രൂപ, ഏതാണ്ട് ഒരു 25 കോടിയുടെ അടുത്തൊക്കെ വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെ വിനിയോഗിക്കുന്നു, എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു, വിനിയോഗിക്കുന്നത് ഫലപ്രദമായിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്താൻ അവിടെ ആരും മുതിരാത്തത് വളരെ അധികം ക്രമക്കേട്, അഴിമതി എന്നുള്ള കാര്യങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളക്കെട്ട്, അപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്ന പദ്ധതി കഴിഞ്ഞ 3 മാസം മുമ്പ്, മെയ് മാസം തൊട്ട് തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അത്തരത്തിൽ 3 മാസം മുമ്പ് തുടങ്ങിയിട്ടുള്ള മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ ഇടറോഡുകളിലെ ഓടകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി 8 മാസങ്ങൾക്ക് മുമ്പ് ക്ലീൻ ചെയ്ത, അതും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായിട്ടും നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ ശുദ്ധീകരിച്ച നമ്മളുടെ പേരണ്ടൂർ കനാൽ അടക്കം വീണ്ടും കോരാനായിട്ടുള്ള പരിപാടി നഗരസഭ ചെയ്തു എന്നാണ്. അതേപോലെ എടപ്പള്ളി തോട്, അങ്ങനെ നിരവധിയായിട്ടുള്ള തോടുകൾ. അതായത് ഇതിനകത്ത് ഞാൻ പണ്ടും പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നു, ഈ മഴ കാത്ത് കഴിയുന്ന വേഴാമ്പലുകളെ പോലെയാണ് നഗരസഭയുടെ അകത്ത് ഉദ്യോഗസ്ഥന്മാർ. അവർക്ക് ഈ മഴക്കാലം വരുന്നു, അല്ലെങ്കിൽ അതിലൂടെ നമ്മളുടെ ഈ തോടുകൾ, കനാലുകൾ ഇത് സംരക്ഷിക്കാൻ, ഇത് ശുചീകരണം നടത്താൻ കിട്ടുന്ന അവസരം ഫണ്ടടിച്ചു മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നത് മാതിരി അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട വിഷയമല്ല. ശരിക്കും ഈ നമ്മളുടെ കൊച്ചി നഗരത്തിലെ
വെള്ളക്കെട്ട്. ഈ വെള്ളക്കെട്ടിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിൽ ചെലവാക്കിയിട്ടുള്ള തുക, നമ്മളുടെ ബ്രഹ്മപുരം തീപിടിച്ചതിന് ശേഷം ആ ബ്രഹ്മപുരം പ്ലാന്റിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് എടുത്തു നോക്കുമ്പോൾ അതിനുവേണ്ടി ചെലവാക്കിയിട്ടുള്ള തുക, ഈ വിനിയോഗിച്ച തുകകളെല്ലാം പൊതുജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിലായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോ ഈ മഴവെള്ളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അത് നടത്തുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത്, അത് എവിടെയായാലും കാണുന്നത്, ഈ തോട്ടിലുള്ള മാലിന്യങ്ങളൊക്കെ വാരി കരയ്ക്ക് വെക്കും. അപ്പോൾ ഒരു മഴയ്ക്ക് ഇത് ഒലിച്ചിട്ട് നേരെ ഇതേ സ്ഥലത്ത് വന്ന് വീഴുകയാണ്. അപ്പൊ വീണ്ടും ഇതെല്ലാം എന്ത് ചെയ്തു, ഇത് വേണമെങ്കിൽ ചെയ്തു എന്ന് പറയാം. എന്നാൽ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞതുപോലെ നാട്ടുകാർക്ക് ഗുണമുണ്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതില്ല. മറ്റൊന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഈ റോഡുകൾ കുത്തിപ്പൊളിച്ചിടുക എന്നുള്ളതാണ്. റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ടിട്ട് ഇത് നന്നാക്കേണ്ട ഉത്തരവാദിത്തം ആരാണ് എന്നുള്ളത് പൊതുജനം സംശയിക്കുകയാണ്. ഇത് ആര് നന്നാക്കി തരണം? കാരണം പല റോഡുകളിലൂടെ ബസ് പോകുന്ന ഉൾപ്പെടെയുള്ള റോഡുകളുടെ വഴികൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടോ, അതിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമൃത് പദ്ധതി പ്രകാരം നിരവധിയായിട്ടുള്ള ഭാഗങ്ങളിൽ ശുദ്ധജല പൈപ്പ് പുതുത്, ഇതിപ്പോൾ ഇവിടെയൊക്കെ കിടക്കുന്ന പൈപ്പുകൾ എന്ന് പറയുന്ന നഗരത്തിൽ ഏറിയ ഭാഗം ഒരു 50 കൊല്ലത്തിനൊക്കെ മേലെ പഴക്കമുള്ള പൈപ്പുകൾ, അത് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രവൃത്തി വേലകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ദേശാഭിമാനി റോഡ് നടക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ കലൂർ റോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന കാര്യങ്ങൾ, പൊതുജനങ്ങൾക്ക് ശുദ്ധജല വിതരണം, പണ്ട് ഒരു ഇട്ടിരുന്ന പൈപ്പ് എന്ന് പറയുന്നത് ഒരു 100-150 വീടുകളിലേക്കുള്ള പൈപ്പ് ആയിരുന്നു എങ്കിൽ ഇന്നവിടെ ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന രീതിയിൽ ഫ്ലാറ്റുകളും വില്ലകളും അപ്പാർട്ട്മെന്റുകളും ഇൻഡിപെൻഡന്റ് വീടുകളും വന്നുപോയി. അപ്പൊ വെള്ളം കിട്ടുന്നതിന്റെ കുറവ്, അതും ഇതിനകത്തൊരു വലിയ പ്രധാനമായിട്ട് മാറിയിരിക്കുന്ന സംഭവമാണ്, ഒരു വലിയ ഘടകമാണ്. അപ്പൊ റോഡ് വെട്ടിപ്പൊളിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള കരാറുകൾ വ്യക്തമായിട്ടുണ്ട്. ഇപ്പൊ അമൃത് പദ്ധതി പ്രകാരം ചെയ്യുന്ന പദ്ധതി, ഈ പദ്ധതി പൈപ്പ് ഇടൽ കഴിഞ്ഞാൽ അത് GSB ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് BMBC നിലവാരത്തിൽ ടാറിങ് അടക്കമുള്ള കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഇപ്പൊ മഴ കാരണം ചിലപ്പോൾ കുറച്ച് പൈപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരു നീണ്ടുപോകുമെങ്കിലും റോഡ് ഇതിനു വേണ്ടി പൊട്ടിപ്പൊളിപ്പിക്കുന്നത് പൂർവ്വസ്ഥിതിയിലാവും, നല്ല രീതിയിലാവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു പരിധിവരെ വിശ്വസിക്കാവുന്ന രീതിയിലുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നൊന്ന് സൂചിപ്പിച്ചത് നമ്മളുടെ കനാലുകളുടെ ശുചീകരണം. ആ കനാലുകളുടെ ശുചീകരണം പണ്ടും ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് കരാറുകാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം. അവർക്ക് നമ്മളുടെ ഇവിടെ നിന്ന് കോരുന്ന ചേറ് അല്ലെങ്കിൽ പോളപ്പായൽ ഇത് ഒരു വണ്ടിയിൽ ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോയി കളയണമെന്നും ഇത് കോരുന്നതിൻ്റെ ക്യൂബിക്കായിട്ടുള്ള കണക്ക് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണമെന്നും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് കരാർ വ്യവസ്ഥയിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ മഴക്കാലം തുടങ്ങുമ്പോഴാണ് ഇവരിത് കോരാൻ തന്നെ തയ്യാറാവണത്. ഈ കോരിയ സാധനം നിങ്ങൾ പറഞ്ഞത് മാതിരി അതിൻ്റെ കരയിൽ വെക്കുന്നു, അടുത്ത ദിവസം മഴയത്ത് ഈ സാധനം ഒലിച്ച്. അപ്പം ഇത് ശരിക്കും ഇതിനകത്ത് നഗരത്തിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നഗരം സംരക്ഷിക്കുക എന്നുള്ളതല്ല, അതിനേക്കാട്ടിലൊക്കെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് നഗരത്തിലെ ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം, നഗരത്തിലെ ജനങ്ങളോട് എങ്ങനെ വെല്ലുവിളി നടത്താം എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. ഇപ്പോൾ കായലിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 202 കോടി രൂപ നമ്മളുടെ കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് വന്ന ഒരു ന്യൂസാണ് മനോരമയിലൊക്കെ, കായൽ വിപ്ലവം എന്നും പറഞ്ഞാൽ കൊടുത്തിരുന്നത്. അപ്പം അത്തരത്തിലുള്ള പദ്ധതികൾ, അതേപോലെ വാട്ടർ മെട്രോയുടെ പദ്ധതികളൊക്കെ നഗരത്തിൽ വരുന്നുണ്ട്. അതിന് വേണ്ടുന്ന ഫണ്ടുകൾ CSML ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി KMRL ആണെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം തിരുവനന്തപുരത്തെ മാതൃക, ആ മാതൃക തയ്യാറാവാൻ കൊച്ചി നഗരസഭ തയ്യാറായത്, കൊച്ചി മാത്രമല്ല ഞാൻ പറയണത്, എല്ലാ കോർപ്പറേഷനുകളും എല്ലാ പഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പാലിറ്റികളും തയ്യാറായാൽ ഒരു പരിധിവരെ. പക്ഷെ അതിനൊന്നും മെനക്കെടില്ല എന്നുള്ളതാണ്. കാരണം അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് പലതരത്തിലുള്ള വിളികൾ എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ
ശാപമായിട്ടിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരുവുനായ ശല്യം എന്ന് പറഞ്ഞു ആദ്യം നമ്മൾ സൂചിപ്പിച്ചത്. തെരുവുനായ ശല്യം ഇന്നലെയും അല്ലെങ്കിൽ എല്ലാ ദിവസവും തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഈ തെരുവുനായകൾക്ക് വേണ്ടി ഷെൽട്ടർ, എനിക്ക് തോന്നുന്നു ഒരു 5 കൊല്ലം സുപ്രീം കോടതി വിധി വരുന്നതിനേക്കാൾ മുമ്പ് രേണു രാജ് IAS നമ്മുടെ കൊച്ചിയിലെ കളക്ടറായിരിക്കുന്ന സമയത്ത് ഈ തെരുവുനായകൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് ഏറ്റവും ഒരു ഇത് വച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കത്ത് തന്നെ ഞാൻ ഇപ്പോഴത്തെ കളക്ടർക്കും വച്ചിരുന്നു. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും ഞാൻ കൊടുത്തിട്ടും അതിന് ഒരു തീരുമാനം കൈക്കൊള്ളാൻ നഗരസഭ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ബ്രഹ്മപുരത്തായാലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ നമ്മളുടെ തൃക്കാക്കരയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് പുറമ്പോക്ക് ഭൂമികളുണ്ട്, കളമശ്ശേരിയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അത്തരത്തിലുള്ള ഒരു മേഖലയ്ക്ക് ശ്രമിക്കുന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരി പരമോന്നത നീതിപീഠത്തോട് കാട്ടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് വേണം അതിനെ കാണാൻ. ഞാനിപ്പോൾ ഈ അടുത്ത ദിവസം അറിഞ്ഞത് ഫ്ലഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഈ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. അത് പാരിസ്ഥിതിക അനുമതിയും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇത് ഇരിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമ്മളുടെ ഇടപ്പള്ളി കുന്നുംപുറം മുട്ടാർ പുഴയോട് തീരത്ത് അതിനോട് ചേർന്ന് ഏതാണ്ട് ഒരു 6 കോടി രൂപയുടെ അടുത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് CMRL കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ മുട്ടാർ പുഴയുടെ തീരത്ത് സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരാൻ പോകണമെന്ന് പറഞ്ഞാൽ കൊച്ചി നഗരത്തിലെ ജനങ്ങളുടെ സ്വീവേജ് സംവിധാനമല്ല, അത് തൃക്കാക്കരയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ഏലൂരിൽ നിന്നും കളമശ്ശേരിയിൽ നിന്നും ഒക്കെയുള്ള ഇത് കൊണ്ടുവന്ന് ഇവിടെ ഒഴുക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഇത് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ കൊച്ചി നഗരത്തിലെ ജനങ്ങളോട് കാട്ടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവർ ജനങ്ങളോട് കാട്ടുന്ന വെല്ലുവിളി, അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന ക്രൂരമായിട്ടുള്ള ശൈലി. ഈ CMRLുമായി ബന്ധപ്പെട്ട ഒരുപാട് അലിഗേഷൻസ് ഒക്കെ വരാറുണ്ട്. അതേ CMRL ആണ് ഇപ്പൊ ഏറ്റവും പ്രശ്നത്തിൽ കിടക്കുന്ന ഒരു CMRL ആണ് വീണ്ടും കൊച്ചി നിവാസികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു പവറും പ്രോജക്റ്റുമായിട്ട് രംഗത്ത് വരുന്നത്. അപ്പൊ ഇത് എല്ലാവരും മൗനാനുവാദം കൊടുക്കുകയാണ്. അതിന് കഴിഞ്ഞ പിണറായി വിജയന്റെ സർക്കാർ ഭരണാനുമതി നൽകിയെന്നാണ് എനിക്ക് KMRL നിന്ന് കിട്ടിയിട്ടുള്ള മറുപടി. അപ്പൊ അത്തരത്തിൽ ഒരു അത് ദേശീയപാത 66 നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലം, എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗമായിട്ടുള്ള ഒരു പ്രദേശം, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള അതും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു വാട്ടർ മെട്രോ സ്റ്റേഷൻ, ആ വാട്ടർ മെട്രോ സ്റ്റേഷൻ ശരിക്കും ആവശ്യമാണ്. അതിന്റെ മറവിലാണ് ഇവർ ഈ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനും കൂടി ചേർന്ന് ഇവര് ഈ ഫണ്ട് ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നഗരസഭയുടെ ഭരണം അത് ശരിയാണോ ഇപ്പൊ പോകുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നും നിലവിൽ വന്നിട്ടില്ല. ആകെ വന്നിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഒരു ഇന്ദിരാ ക്യാൻറ്റീൻ, അത് പേര് മാറ്റി അവിടെ വന്നു എന്നുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ BJPയുടെ ഒരു ഭരണം വരികയാണ് എങ്കിൽ അപ്പോൾ ആ പേര് മാറ്റിയിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് അടൽ ഭക്ഷ്യ യോജന പദ്ധതി പോലെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നു പോകും. പക്ഷേ ഇവിടുത്തെ നമ്മുടെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരത്തിലെ ജനങ്ങൾ ദുരിതത്തിലാണ്, നഗരത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെ ജനങ്ങൾക്കൊരു ശാപമോക്ഷം അത് വേണമെന്നുണ്ടെങ്കിൽ ഭരണകർത്താക്കൾ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നീതിപൂർവമായിട്ടുള്ള ഭരണം നടത്താൻ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് താക്കീത് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് മാറിയാൽ നടപടികൾ ഉണ്ടാവുമെന്ന് താക്കീത് കൊടുക്കത്തക്ക രീതിയിൽ തിരുവനന്തപുരം മേയറുടെ മാതിരിയുള്ള ഒരു നല്ല ശൈലി അത് അനുവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്.